അങ്ങോട്ട് കേണ്ടിക്ക്. ഇനി ഈ സ്ഥലം ഇത് ആരുടെ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്? മാറിക്കേ, നാട്ടുകാരുടെ സ്ഥലമാണിത്. ഇതിന് സ്ഥലം എങ്ങനെയുണ്ട്? ഇത് പെണ്ണ് ബീത്താത്തൊക്കെ ഇത് വേണ്ട. ഓൾക്ക് ഭാഗ്യം കുറവാ. തസ്നി പട്ടാമ്പി കുട്ടികളെത്രയാളാ? എവിടെ പന്തളിച്ചറിയോ? ഇന്നെ കട്ട് ചെയ്ത് കോളടിച്ചോ? എന്താ പെണ്ണെ അത് താഴത്തേക്ക് വാങ്ങാൻ പൈസ ഇല്ല? ബല വാപ്പ എല്ലാവർക്കും അങ്ങനെയാണല്ലോ എല്ലാവരും. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. എവിടെ മോളെ സ്ഥലം? പട്ടാമ്പിലെ. കൊടക്കാട് വന്നിട്ട് സ്ഥലം വാങ്ങാനുള്ള അവസ്ഥ. വാടകക്ക് വാപ്പ. അപ്പൊ നിങ്ങളുടെ ജീവിതം പാപ്പാന്റെ ഭാഗത്ത് സ്ഥലം കിട്ടേണ്ടോ? ഓലും വാടക. അവസ്ഥ റബ്ബ് കാക്കട്ടോ. ഒരു ഗതിയില്ല. വാടക. ഭർത്താവിന് വേറെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. ഇപ്പൊ ഉണ്ടോ തങ്ങൾപ്പാന്റെ മക്കൾ ഇവിടെ വീട് വെച്ച് താമസിക്കോ? സ്ഥലം ഇഷ്ടമായോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടോ. ഈ മക്കൾക്ക് ഒരു സ്ഥലം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സന്തോഷമുള്ള കൊടുക്കട്ടെ. വീട് വെച്ച് താമസിക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടാ. മഞ്ചേരി വീട്. ക്യാൻസർ ആണ്. എത്ര കൊല്ലായി? വീടില്ലേ? എനിക്ക് വീടുമില്ല തങ്ങളപ്പ. ഒരു തരി മണ്ണ് എവിടെയില്ല. ദുനിയാവിലില്ല. എനിക്ക് ജീവിതമൊക്കെ എങ്ങനെ? ജീവിതവും അതാ, ഒരു പെരേന്ന് ചായ തരും, ഒരു തരേന്ന് ചോറ് തരും. അങ്ങനെയാണ്. ഇത്ര അവസ്ഥ മോശം. കണ്ടോ? അതൊക്കെ നിങ്ങൾ കേൾക്കണില്ലേ? ഒരു എത്ര കൊല്ലം വാടകയ്ക്ക്? 48 വർഷം. 48 കൊല്ലം. അൽഹംദുലില്ലാ. 48 കൊല്ലത്തിന് സ്വന്തമായിട്ട് ആധാരത്തിൽ ഒരു വീട് സ്ഥലം ആകട്ടോ. ഒരു മഹലിൽ നിന്ന് ഒരു കത്ത് തന്നിരുന്നു. എനിക്ക് പള്ളിയിലൊക്കെ പോയി പിരിക്കാൻ വേണ്ടിയിട്ട്. എന്റെ കയ്യിലുണ്ട്. അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥ തരാതെക്കട്ടെ. മുണ്ടല് ഇവലൊക്കെ അവസ്ഥ കേട്ടോ. 48 കൊല്ലം വാടക. ഓരോരോ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നത്. ഒരു ഗതിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവലൊക്കെ ബർക്കത്തുണ്ട്. നമ്മളൊക്കെ വിഷമല്ല മാറ്റി തെറ്റേ. കുട്ടീനെ ഒരാൾ പള്ളിയിൽ പിരിവിന് പോയപ്പോൾ ഇതിനെ വിലക്ക് തരുമോ ചോദിച്ചാൽ അന്ന് ഞാൻ നിർത്തി. പിന്നെ ഞാൻ പോയിട്ടില്ല. അള്ളാഹു കാക്കട്ടെട്ടാ. അപ്പൊ ഇവർക്ക് നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടമായോ? സ്ഥലം എനിക്ക് 100 പ്രാവശ്യം ഇഷ്ടമാണ്. ഇവിടെ വീട് വെക്കുവാ? ഇവിടെ വീട് വെക്കാൻ നാട്ടുകാർ സഹായിക്കാന്ന് പറഞ്ഞേക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പൊ കണ്ടില്ല കേട്ടില്ലെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടോ. പോലിക്കും 48 കൊല്ലത്തിന് ശേഷം ദുനിയാവിലെ നൂറ് ഹബീബ് വക സ്ഥലം ആകട്ടോ. നിങ്ങള് സന്തോഷായില്ലേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാനൊരു തങ്ങൾപ്പാപ്പ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വിഷമാകുമോ? നിങ്ങള് ഒരു കാര്യം ചെയ്യട്ടെ. നിങ്ങളെ സമ്മതത്തോടെ ഈ സ്ഥലം ഞാനൊരു അഹ്ലു ബൈത്ത് ഉണ്ട് ഓൽക്ക് കൊടുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടികളാ. ഗ്രൂപ്പ് ഒന്നും വെച്ച് പ്രശ്നമില്ല. ഗ്രൂപ്പൊന്നും വെച്ച് വേണ്ടത്. ഇപ്പൊ താത്താർ കിട്ടണില്ല. അതൊക്കെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് മോളെ. ഉമ്മയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതാണോ? അല്ലാന്ന് വരും. എവിടെ തങ്ങൾ പാപ്പാന്റെ കുട്ടിന്റെ സ്ഥലം? പള്ളിക്കുറുപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. മുഖമൊന്നും കാണൂല ഇട്ടില്ലേ? തൽപ്പാന്റെ കുട്ടി എവിടെ പഠിക്കണേ? ചാവക്കാടോ? മാഷാ. ഏതോ ഓതണ്? മാഷാ. അതിൽ വലിയ നമ്മളെ നാട്ടിലൊരു പണ്ഡിതനാകട്ടെ. അഹ്ലു ബൈത്ത റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാ. നമ്മളിങ്ങനെ വലിയ വീട്ടിൽ താമസിക്കുക. എന്നിട്ട് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ എന്ത് ചെയ്യുക? വാടകയിൽ താമസിക്കുക. അതൊന്നും നമുക്ക് പറ്റുമോ? അള്ളാഹു ഖൈറിലാക്കട്ടെ. തൽപ്പാന്റെ കുട്ടിക്ക് സ്ഥലം ഇഷ്ടമായോ? എന്നെ കണ്ടിക്കണോ മുമ്പ്? ആദ്യമായിട്ട് കാണുക? മാഷാ അല്ലാഹ്. നിങ്ങളുടെ സ്ഥലം എവിടെ? കോളപ്പാകം അല്ലേ? ഇതാരാ? ആർക്കാ സ്ഥലം? മകൾക്ക്. മാപ്പിള ഉണ്ട്.
വീട് വീടില്ല, മാപ്പിളക്ക് കഴിവില്ല. കൈവില്ല. ആള് വന്നിട്ടുണ്ട്. നേരോ എന്ത് അസുഖങ്ങളുണ്ടോ? അസുഖങ്ങൾ മാനസിക മാനസികപരമായിട്ട് അസുഖമുണ്ട്. വീട് വെക്കാൻ നിങ്ങൾക്ക് വക സ്ഥലമല്ലോ കൊടുക്കാൻ? 4 സെന്റ് ഉള്ളു. അതിലൊരു ചെറിയ ഒട്ട് വരെ. നേരോ ആൺകുട്ടികൾ വേറെ ഉണ്ടോ? നിങ്ങൾക്ക് ആൺകുട്ടികളുണ്ടോ? ആൺകുട്ടിയുണ്ട്. നേരോ വീട് പോലും കൊണ്ടുപോകും അല്ലേ? ഇപ്പം നിങ്ങൾ വീട് വെച്ച് താമസിക്കുമോ? വീട് വെച്ച് താമസിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥലം? അള്ളാഹു ബർക്കത്തിയായിട്ട് അഹ്ലു ബൈത്താ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാ. ഇവർ നിങ്ങൾ നിൽക്കേണ്ട ആളുകളല്ല. പിന്നെ ഈ തരുന്ന ആളുകൾ ചോദിക്കൂല എന്നോട് ഇതെന്താ കാട്ടിയെന്ന്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.